ഹലോ, നിങ്ങളോട് ഞാനിപ്പോൾ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പറയുന്നതിന് മുന്നേ വലിയ ചിലവില്ലാതൊരു കാര്യം പറയട്ടെ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടോ. പണ്ട് തൊട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ മെഹന്തി ഇടും. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും കല്യാണം വന്നാലോ ഫംഗ്ഷൻ വന്നാലോ ഞാൻ തന്നെ മെഹന്തി ഇടാൻ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങാം. ഞാൻ മെഹന്തി ഇടുന്ന പേജ് ഫോട്ടോ എടുത്ത് പേജിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വർക്കുകൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഇതേപോലെ ഒരു പേജ് തുടങ്ങി. ഞാൻ അതിൽ മെഹന്തി ഫോട്ടോ എടുത്തിടുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന്. അന്ന് തന്നെ സപ്പോർട്ട് ചെയ്തത് വെറും 20 പേരാണ്. ആ 20 പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ, വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ആ പേജ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ ഒരു വർഷമായിട്ട് എൻ്റെ ആ പേജിലെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെറും 57 ഫോളോവേഴ്സാണ്. ആ 57 ഫോളോവേഴ്സും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ പുറത്ത് എനിക്ക് പരിചയമുള്ള ആൾക്കാരും മാത്രമാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, പിന്നീട് ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരെന്നെ മെഹന്തി ഇടാൻ വിളിച്ചിട്ടില്ല. കാര്യം ഞാൻ പൈസ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അറിയാവുന്ന ആരെങ്കിലും മാരേജ് വന്നാലോ അവരെൻ്റെ പേര് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. എന്തിനേറെ അതൊന്നും വേണ്ട, ഞാനിടുന്നൊരു സ്റ്റാറ്റസിന് ഒരു നല്ല റിപ്ലൈ ഇല്ലെങ്കിൽ ഒരു ലൈക്ക് അതുപോലും അവരാരും ചെയ്തിട്ടില്ല. കാര്യം ഞാൻ ഇത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു പോയാലോ, എൻ്റെ കയ്യിൽ 10 പൈസ ആയാലോ എന്നൊക്കെ ആയിരിക്കാം അവരുടെ ചിന്ത. ഒരാളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം പുറത്തുനിന്ന് ഒരാൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ പാതി പോലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും നമ്മളൊന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കത്തില്ല. നമ്മളെ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും കാരണങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നുകൂടി നമ്മൾ പരിഹസിക്കും, നമ്മളെ കുറ്റപ്പെടുത്തും. പക്ഷെ നമ്മൾ രക്ഷപ്പെടാൻ ഒരു വഴിമാർഗ്ഗം കൊണ്ട് അവരെ മുമ്പിലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് കാണാത്ത രീതിയിൽ തിരിഞ്ഞിരിക്കും. നമ്മളെ മാതാപിതാക്കളും നമ്മൾ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന പോലെ ഒരിക്കലും നമ്മുടെ ഫാമിലിയിലുള്ള ആരും നമ്മൾ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കത്തില്ല. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ഞാൻ എല്ലാവരെയും